നമ്മളിപ്പോൾ ടോപ്പ് ടെറസ് ചെയ്യുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് പ്രോജക്റ്റിൽ നമ്മൾ ഈ വീട് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് പുതിയ വീടാണ്. അഡ്വാൻസ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. 7 years വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. ഹെവി ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, കസ്റ്റമർ തന്നെ ഈ പറയുന്ന പെർട്ടിക്കുലർ സർഫേസ് സ്ലോപ്പ് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ബോണ്ടിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് ടെറസ് നല്ല വൃത്തിക്ക് പ്ലാസ്റ്റേർഡാണ്. ഈ പ്ലാസ്റ്റേർഡായ ടെറസ് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ 100% ആയിട്ട് 45 GSM മെഷ് ബോണ്ടിങ് ഏജൻറ്റിൽ ഫിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഈ പ്ലാസ്റ്റർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ തെർമൽ എക്സ്പാൻഷൻ വരുമ്പോൾ ഈ മുട്ടിയാൽ ഇങ്ങനെ സൗണ്ട് വരുന്നൊരു എഫക്റ്റ് വരും. അപ്പം ഒരു റൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ മെഷ് ചെയ്ത പോർഷനാണിത്. ഈ ഒരു പോർഷൻ ഇത് 3 ലെയർ ആയ സർഫേസുമാണ്. എങ്ങനെയാണ് 3 ലെയർ എന്ന് പറഞ്ഞാൽ, ഒരു റൗണ്ട് നമ്മളുടെ ബോണ്ടിങ് ഏജൻറ്റ് വന്നു, അതിൻ്റെ മേലെ 45 GSM മെഷ് വന്നു, അതിൻ്റെ മേലെ ഒരു റൗണ്ട് പോളിമർ വന്നു. നോക്കി ഈ സർഫേസ് തന്നെ ഇത് ഇങ്ങനെ ലീവ് ചെയ്താൽ വിട്ട് തന്നെ ഒരു 3 to 4 years ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ഇതേപോലെ 3 ലെയർ ആയ സർഫേസാണ്. മെഷൊന്നും നമുക്ക് നല്ല ടൈറ്റ്ലി ഈ പ്ലാസ്റ്റേർഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ മെഷ് നല്ല കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പറ്റി. നമ്മളിപ്പം കോൺക്രീറ്റ് ഡയറക്റ്റ് ആണെങ്കിൽ ഈ മെഷ് വെക്കുമ്പോൾ ഇങ്ങനെ അൺഈവണായി പോകും. അപ്പോൾ ഈ ഫില്ലിങ് ഇത്ര പെർഫെക്ഷനിൽ ഫില്ലിങ് വരില്ല. ഈ ലെയറിൻ്റെ ഉള്ളിലുള്ളത് ഈ 45 GSM മെഷാണ്. നിങ്ങൾ ഈ പെർട്ടിക്കുലർ ലെയറിൻ്റെ ഉള്ളിൽ ഇത് കവേർഡായിട്ട് ഈ 45 GSM മെഷ് ഉണ്ട്. അപ്പോൾ ഈ 45 GSM മെഷും 2 കോട്ട് കെമിക്കൽ കോട്ടിങ് കൂടി ആകുമ്പം ഓൾമോസ്റ്റ് 1 mm തിക്നെസ്സിലെ കോട്ടിങ് ഇത് തന്നെയായി. ഇനി ഈ ചെയ്ത് വെച്ച ഏരിയൻ്റെ മേലെ കൂടെ നമുക്കിനി 2 ലെയർ പോളി യൂറിത്തീനും കൂടെ വരും. പോളി യൂറിത്തീൻ എന്ന് പറഞ്ഞാൽ ഹെവി സ്ട്രെങ്ത്തിലെ പോളി യൂറിത്തീനാണ്. ഒരു ഗ്രേ കളർ ടിൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇതിനിപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാറണ്ടി 7 years ആണ്. നോർമലി 7 years അല്ല, ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഇങ്ങനെ ലീവ് ചെയ്ത് വിട്ടാൽ 10 year കിട്ടും. ബട്ട് വൈ വി ആർ സീയിങ് 7 years എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ മെയിൻ്റെനൻസ് 7th year ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു 7 years സുഖമായിട്ട് പോകും. അപ്പോൾ ഒരു വീട് പെയിൻറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ അറ്റ്ലീസ്റ്റ് ഇൻ 7 years നിങ്ങൾ ഈ ടോപ്പ് കോട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മദർ കോൺക്രീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 20 years നമ്മൾ ഇതേ കറക്റ്റ് എഫക്റ്റീവ് മെയിൻ്റെനൻസ് ആണെങ്കിൽ 20 or 25 years ആയാലും ഈ പറയുന്ന ലെയറിലേക്ക് നമ്മളുടെ മേലത്തെ 2 പോളി യൂറിത്തിൻ്റെ ലെയർ ഡാമേജ് ആയിട്ട് എത്തില്ല. പക്ഷേ ഒരു 7th year നമ്മൾ എപ്പോഴും ഒരു ടോപ്പ് കോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ടോപ്പ് കോട്ട് അടിക്കുന്നതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഇതിപ്പോൾ നമ്മുടെ മെഷ് ഫിക്സിങ് പ്രൊസീജിയറാണ്. ഇതെങ്ങനെയാണ് 3 ലെയർ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മൈൽഡായിട്ട് ഒരു കോട്ട് ഒരു വെറ്റ്നസ് കൊടുത്തിട്ട് അതിലേക്ക് 45 GSM മെഷ് ഫിറ്റ് ചെയ്തു. ഈ മെഷാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. ഓക്കെ, ഈ മെഷിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഏരിയ നന്നായി വെറ്റ് ചെയ്യണം. മെഷിൻ്റെ മേലേക്ക് നമ്മളിത് ഒരു ബോണ്ടിങ് ഏജൻറ്റ് അടിച്ചു. മെഷിൻ്റെ മേലേക്ക് ബോണ്ടിങ് ഏജൻറ്റാണിത്. ഇത് കംപ്ലീറ്റ് ബോണ്ടിങ് ഏജൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതലം. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ബോണ്ടിങ് ഏജൻറ്റ് കൂടിയാകുമ്പോൾ ഇത് 2 ലെയറായി. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു പോളിമർ കോട്ടിങ്, ഹെവി ഡ്യൂട്ടി പോളിമർ കോട്ടിങ് കൂടെ അടിക്കും. അത് ഫിനിഷ് ചെയ്തിട്ട് ഡ്രൈ ആകുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത്. അതായത് ഈ ഏരിയ നമ്മൾ ഈ പ്ലാസ്റ്റേർഡ് സർഫേസ് നല്ല സ്ട്രെങ്തൺ ആകും അതോടുകൂടെ. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മുടെ പോളി യൂറിത്തീൻ 2 ലെയർ വരും.